സൗദി അറേബ്യ എന്ന ഈ ഒരു രാജ്യത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഓയിലിനെ പറ്റിയും ഇവിടെ ജീവിക്കുന്ന ബില്യനേഴ്സിനെ പറ്റിയുമായിരിക്കും നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടാവുക. എന്നാൽ ഈ ഒരു രാജ്യം എന്നും മൂടിവെച്ച ഇവരുടെ ആ ഒരു വെല്ലുവിളിയെ ഇവർ വളരെ സുഗമമായി ഓവർകം ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും? ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്കൊരു സ്വർണ്ണ ഗോപുരം സമ്മാനിക്കുന്നു. തുടർന്ന് നിങ്ങൾക്ക് കുടിക്കാനായി വെറും 2 തുള്ളി വെള്ളം മാത്രമേ ഞാൻ തരൂ. നിങ്ങളിൽ പലരും അപ്പോൾ തന്നെ ആ ഒരു ഓഫർ റിജക്റ്റ് ചെയ്തേക്കാം. എന്നാൽ അതേ കാര്യം തന്നെയാണ് പ്രകൃതി സൗദി അറേബ്യയോടും ചെയ്തിട്ടുള്ളത്. പ്രകൃതിദത്തമായി ഒരൊറ്റ നാച്ചുറൽ റിവേഴ്സ് പോലും ഇല്ലാത്തൊരു പ്രദേശം, വരൾച്ചയാൽ രൂക്ഷമായ 98% പ്രദേശങ്ങളും കൂടാതെ മഴയെന്ന് പറയുന്നത് പറയാൻ പോലും ഇല്ലാത്തൊരവസ്ഥയും. എന്നാൽ അതേ മരുഭൂമിയിൽ ദൂരങ്ങളോളം മണലാരണ്യങ്ങളല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയാത്ത ഈ ഒരു പ്രദേശത്തിൽ നാച്ചുറൽ വാട്ടർ സോഴ്സസ് അല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ വാട്ടർ സോഴ്സസ് വരാൻ പോകുന്നു. മലമുകളിൽ നിന്നും താഴേക്കുള്ള ജലപ്രവാഹമല്ല, മറിച്ച് താഴെ നിന്ന് മുകളിലേക്കായിരിക്കും ജലപ്രവാഹം ഉണ്ടായിരിക്കുക. എന്നാൽ ചോദ്യം ഇതാണ്, പറയാൻ പോലും ഒരു നാച്ചുറൽ വാട്ടർ സോഴ്സസ് ഇല്ലാത്ത ഈ ഒരു പ്രദേശത്ത് എവിടെ നിന്ന് വെള്ളം വരും? പ്രകൃതി നിയമങ്ങളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് എങ്ങനെ സൗദി അറേബ്യ ഒരു ആർട്ടിഫിഷ്യൽ റിവർ സിസ്റ്റം നിർമ്മിക്കും? അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സൗദി അറേബ്യ വളരെയധികം ചൂടേറിയ പ്രദേശമാണ്. സൗദിയുടെ ക്യാപിറ്റലായ റിയാദിൽ ഏകദേശം 116 mm റെയിൻഫോൾ മാത്രമാണ് പ്രതിവർഷം നമുക്ക് കാണാൻ കഴിയുക. അതേസമയം 1950കളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 3 ലക്ഷം വന്നിരുന്ന പോപ്പുലേഷൻ ഇന്ന് 2,60,00,000 അതിനർത്ഥം അവരുടെ ആവശ്യങ്ങളും കൂടിയിട്ടുണ്ട്. ഇത് വാട്ടർ റിസർവ്സിനെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. മറുവശത്ത് നാച്ചുറൽ റിവേഴ്സ് ഒന്നുമില്ലാത്ത സൗദി പോലുള്ളൊരു പ്രദേശത്ത് ഇത്രയും വലിയൊരു ജനസംഖ്യയുടെ ആവശ്യകതയ്ക്കുള്ള നാച്ചുറൽ വാട്ടർ സോഴ്സ് എവിടെ നിന്ന് കണ്ടെത്തും? സൗദിയുടെ ചരിത്രത്തെപ്പറ്റി ചെറിയ തോതിലെങ്കിലും അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം അറിയാമായിരിക്കും. ഒരു നീണ്ട കാലയളവ് വരെ സൗദി ഫോസിൽ വാട്ടർ റിസോഴ്സസിനെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഭൂമിക്കടിയിൽ സേവ് ആവുന്ന വാട്ടർ സോഴ്സാണിവ. അതുപോലെ തന്നെ ഇവ എടുക്കുന്തോറും ലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും ഇവയ്ക്ക് വീണ്ടും റീഫില്ലാകാൻ. പ്രധാനമായും ഒരു നോൺ റിന്യൂവബിൾ സോഴ്സ് തന്നെയാണിവ. ഈ ഒരു കാരണത്താൽ തന്നെ ഏകദേശം 70% വാട്ടർ സോഴ്സും ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. 70% വാട്ടർ സോഴ്സും ഇല്ലാതായത് പെട്ടെന്നായിരുന്നില്ല. ഇതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. 1970 സൗദി ഭരണകൂടം ഒരു തീരുമാനമെടുക്കുകയാണ്. ധാന്യവസ്തുക്കൾക്കായി നാം ഇനി മുതൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുകയില്ല, നാം ഇനി മുതൽ സെൽഫ് സഫിഷ്യൻ്റ് ആവുകയാണ്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ വളരെ നല്ലൊരു തീരുമാനമായി ആദ്യം നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇതാണ് വാട്ടർ റിസോഴ്സ് ഇല്ലാതാവാനുള്ള ഏറ്റവും പ്രധാന കാരണം. വലിയ തോതിൽ വീറ്റ് ഫാർമിങ്ങിനായി ഗവൺമെൻറ്റുകൾ സബ്സിഡികൾ നൽകി. ഇത് കർഷകർക്ക് പുതിയൊരു ഊർജ്ജമാണ് നൽകിയത്. കാർഷിക മേഖലയിൽ ഇത് വളരെ വലിയൊരു ബൂം കൊണ്ടുവന്നെങ്കിൽ പോലും ഏകദേശം 2003 സൗദിയുടെ ഏകദേശം 85% വാട്ടർ സോഴ്സസും അഗ്രികൾച്ചറിന് മാത്രമായി ഉപയോഗപ്പെടുത്തി. തങ്ങൾ ചെയ്തു വരുന്ന ഈ ഒരു പ്രവൃത്തി തങ്ങളുടെ തന്നെ നാശത്തിന് കാരണമാകുമെന്ന് സൗദിക്ക് വളരെ വൈകിയാണ് മനസ്സിലായത്. പിന്നീട് ഗോതമ്പ് പോലെയുള്ള ധാന്യവിളകളെ കൃഷി ചെയ്യുന്നതിൽ നിന്നും ഗവൺമെൻറ് കർഷകരെ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ് അവർ. മിച്ചം അവശേഷിക്കുന്ന വാട്ടർ ഫോസിൽ റിസോഴ്സസിനെ വളരെ എമർജൻസി സിറ്റുവേഷനിലല്ലാതെ ഇനി ആരും ഉപയോഗിക്കുകയില്ല. തങ്ങളുടെ ആകെ ഉണ്ടായിരുന്ന ഒരു നാച്ചുറൽ വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇനി ഇവ ഉപയോഗിച്ചില്ലെങ്കിൽ സൗദി എന്ത് ചെയ്യും? ആ ഒരു ചോദ്യത്തിന് ഉത്തരമായാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ റിവർ സിസ്റ്റം കൊണ്ടുവരാൻ സൗദി തീരുമാനിക്കുന്നത്. ചിന്തയിൽ മാത്രമല്ല, മറിച്ച് പ്രവൃത്തിയിലും. ലോകത്തിൽ ആരെക്കൊണ്ടും ചെയ്യാൻ കഴിയാത്ത ആദ്യമായി സൗദി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണിത്. ഏകദേശം 12,000 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ റിവർ സിസ്റ്റം, മനുഷ്യനിർമ്മിതമായി മണ്ണിനടിയിലൂടെ ഒഴുകുന്ന ഒരു റിവർ സിസ്റ്റം. ഈ ഒരൊറ്റ പ്രോജക്റ്റിന്റെ സഹായത്തോടെ ഒരു ദിവസം 9.4 മില്യൺ ക്യൂബിക് മീറ്റേഴ്സിന്റെ അല്ലെങ്കിൽ 940 കോടി ലിറ്റർ വാട്ടർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അഡ്വാൻസ്ഡ് ഡീസലിനേഷൻ പ്ലാന്റുകളുടെ സഹായത്തോടെയായിരിക്കും അവർ ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോവുക. പ്രധാനമായും റെഡ് സീ, പേർഷ്യൻ ഗൾഫ് ഇവിടെയുള്ള ഉപ്പുരസമുള്ള ജലത്തെ ശുദ്ധജലമാക്കി മാറ്റുക. പ്രധാനമായും മണ്ണിനടിയിലൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കുറവ് ഇവാപ്പറേഷൻ നടത്തുക എന്നതായിരിക്കും സൗദിയുടെ ഏറ്റവും പ്രധാന എയിം. ഇനി പ്രധാനമായും ജലത്തിൻ്റെ പ്രവാഹത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഒരു നോൺ സ്റ്റോപ്പ് ഫ്ലോ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. എല്ലാ പ്രദേശങ്ങളെയും ഒരുപോലെ കണക്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവിക്കുന്ന പ്രദേശത്ത് പോലും വളരെ വലിയ തോതിൽ ജലം കിട്ടുന്ന രീതിയിൽ. ഇവിടെ നിങ്ങൾ പ്രധാനമായും സൗദിയുടെ വിഷനെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ ഈ ഒരു പ്രൊജക്റ്റിനെ അല്ല. അഗ്രികൾച്ചറലി അവർ സെൽഫ് റിലയൻ്റ് ആവാനാണ് ശ്രമിക്കുന്നത്. ഒരു പുൽനാമ്പ് പോലും വിളയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പ്രദേശത്താണ് അവർ സ്വർണം വിളയിക്കാൻ ശ്രമിക്കുന്നത്. ഇനി പൈപ്പ് സിസ്റ്റത്തെ പറ്റി മാത്രം പറഞ്ഞാൽ 11 മീറ്റർ വീതിയും 4 മീറ്റർ ആഴവുമാണുള്ളത്. ഈ ഒരു സിസ്റ്റം ആകർഷകമായി ഏകദേശം 12,000 കിലോമീറ്റർ വിസ്തൃതിയിലായിരിക്കും
സൗദിയിൽ സ്പ്രെഡായി കിടക്കുക. ജലത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിക്കാനായി ഏകദേശം 2.25 മീറ്റേഴ്സിന്റെ സ്പെഷ്യൽ ആന്റി കൊറോഷൻ പൈപ്പുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. പ്രോജക്റ്റിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും പ്ലാനിങ്ങുകളും കാണുമ്പോൾ ഇത് ഏകദേശം നൈൽ നദിയേക്കാൾ 2 മടങ്ങ് വലിപ്പം വരാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊരിക്കലും പ്രകൃതിയെ വെല്ലുവിളിക്കുന്ന ഒരു പ്രോഗ്രാമായി കണക്കാക്കരുത്. ഇന്ന് വരെ മനുഷ്യ ചരിത്രത്തിൽ അവൻ ചെയ്ത ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ ഒന്നായി നമുക്കിവയെ കാണാൻ സാധിക്കും. പൈപ്പുകളുടെ കാര്യം നാം പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം, വെള്ളം എവിടെ നിന്ന് വരും? സമുദ്രത്തിൽ നിന്ന് വരുന്ന വെള്ളത്തെ എങ്ങനെ ശുദ്ധീകരിക്കും? പേർഷ്യൻ ഗൾഫ് ആൻഡ് റെഡ് സീ, ഇതാണല്ലോ ആകെയുള്ള സോഴ്സുകൾ. ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരമായാണ് ഏകദേശം 28 ഡീസലിനേഷൻ പ്ലാന്റുകൾ ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഇവയുടെ ജോലി ഒരിക്കലും ജലം ശുദ്ധീകരിക്കുക എന്നത് മാത്രമല്ല, കുറഞ്ഞ പവറിൽ, കുറഞ്ഞ എനർജിയിൽ, കുറഞ്ഞ പൊല്യൂഷനിൽ ജലം ശുദ്ധീകരിക്കുക എന്നതാണ്. ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, ഇത് വളരെ എളുപ്പമുള്ളൊരു ജോലിയല്ലേ? എന്നാൽ അങ്ങനെയല്ല. ഡിമാൻഡ് കൂടുതലുള്ള സമയത്ത് ഏതൊരു ചെറിയ ജോലിയും വലുതായി തോന്നിയേക്കാം. ആദ്യ മെക്കാനിസമാണ് മൾട്ടി സ്റ്റേജ് ഡീസലിനേഷൻ. ഇത് വെള്ളത്തിൽ നിന്നും ഉപ്പിനെ വേർതിരിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു പ്രോസസ്സും നിങ്ങൾക്ക് എളുപ്പമായി തോന്നിയേക്കാം. ആദ്യം വെള്ളത്തെ ബോയിൽ ചെയ്യുക, പിന്നീട് സ്റ്റീം ചെയ്യുക, പിന്നീട് കൊണ്ടൻസ് ചെയ്യുക. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നാം ചിന്തിക്കുന്നത് പോലെയല്ല. ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലുപ്പത്തിൽ ഒരു ഫാക്ടറി, അതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റീൽ മെഷീനുകൾ, അതിൻ്റെ ഉള്ളിൽ വെള്ളം. ഈ വെള്ളത്തെ ബോയിൽ ചെയ്യുന്നു. പിന്നീട് ഈ ജലത്തെ അടുത്ത ചേംബറിലേക്ക് വിടുകയും പതിയെ പതിയെ പ്രഷർ കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. പിന്നീട് നടക്കുന്ന ഇവാപ്പറേഷനും കണ്ടൻസിനും ശേഷം ശുദ്ധജലം നിർമ്മിക്കപ്പെടുന്നു. ഈ ഒരു പ്രോസസ്സിന്റെ ഏറ്റവും വലിയ ഗുണം മാസ് ലെവൽ ഓഫ് പ്രൊഡക്ഷനാണ്. അതെ, എത്ര വേണമെങ്കിലും നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുമെന്നുള്ളതാണ് സത്യം. തുടർന്ന് അവശേഷിക്കുന്ന സ്റ്റീമിനെ ടർബൈനുകൾ കറക്കാനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതായത് ആദ്യം നടത്തുന്ന എനർജി കൺസംഷനിൽ കുറച്ചൊക്കെ മിച്ചം വരുന്നതിൻ്റെ സഹായത്തോടെ വീണ്ടും ഒരു റീയൂസബിൾ പ്രൊഡക്റ്റായി അവയെ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇത് എനർജിയെ വളരെ വലിയ തോതിൽ സേവ് ചെയ്യുന്നു. ജലം ശുദ്ധീകരിക്കാൻ ഈ ഒരൊറ്റ ടെക്നോളജിയാണ് സൗദി ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് തെറ്റി. റിവേഴ്സ് ഓസ്മോസിസ് എന്ന മറ്റൊരു ടെക്നോളജി കൂടി സൗദി ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഇത് ഹ്യൂമൻ സെൽസിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ഈ ഒരു പ്രോസസ്സിൽ സീ വാട്ടറിനെ അൾട്രാ തിൻ പോളിമർ മെമ്പറൻസിലൂടെ കടത്തിവിടുന്നു. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ വൈറസുകൾക്ക് പോലും ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു ഫിൽട്രേഷൻ സിസ്റ്റം. ഇവിടെ 99% സാൾട്ടും മിനറൽസും ഫിൽട്ടറായി ശുദ്ധജലം പുറത്തേക്ക് വരുന്നു. റിവേഴ്സ് ഓസ്മോസിസ് ടെക്നോളജി എഫിഷ്യൻ്റ് ആകുന്നത് ഇവയുടെ എനർജി എഫിഷ്യൻസി കാരണമാണ്. പ്രഷർ റിക്കവറി ഡിവൈസസ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ചെലവിൽ ഇവ വാട്ടർ ഫിൽട്രേഷൻ നടത്തുന്നു. ഏതാണ്ട് 1000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ 2.8 കിലോ വോൾട്ടിൻ്റെ സഹായത്തോടെ ഇവ നിർമ്മിക്കുന്നു. അതായത് നാം വീട്ടിൽ ഉപയോഗിക്കുന്ന മോട്ടറുകളുടെ അത്ര പവർ മാത്രമേ ഇവ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് സാരം. ഇന്ന് സൗദിയുടെ ഡിമാൻഡിൻ്റെ ഏകദേശം 66% വാട്ടറും വരുന്നത് ഡീസലിനേഷൻ പ്ലാന്റുകളിൽ നിന്നുമാണ്. ബാക്കി വരുന്നത് അവർ നിർമ്മിച്ചിട്ടുള്ള 500ഓളം ഡാമുകളിൽ നിന്നും. ഒരുപക്ഷെ ഇത്രയും കേട്ട നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാകും, സൗദി ഇത്രയധികം ഫ്രഷ് വാട്ടർ നിർമ്മിക്കുമ്പോൾ അവശേഷിക്കുന്ന ഉപ്പിനെ അവരെന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. സമുദ്രത്തിലെ 1 ലിറ്റർ വെള്ളത്തിൽ എത്ര ഗ്രാം സാൾട്ടാണുള്ളത്? 1 ലിറ്റർ വെള്ളത്തിൽ ഏകദേശം 35 ഗ്രാം സാൾട്ടാണുള്ളത്. അങ്ങനെ നോക്കിയാൽ ഒരു ദിവസം സൗദി 940 കോടി ഫ്രഷ് വാട്ടറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ ഒരു ദിവസം തന്നെ 3,29,000 ടൺ സാൾട്ടായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ഒരു ഭാരം എത്രയുണ്ട് എന്ന് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ഏറ്റവും ഭാരമേറിയ ജീവിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 200 ടണ്ണാണ്. അപ്പോൾ ഇതിൻ്റെ ഭാരം എത്രയുണ്ടാകുമെന്നൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നാൽ ഇതെല്ലാം ഒരൊറ്റ പ്രദേശത്ത് തന്നെയാണ് സൗദി ഡിസ്പോസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ ഒരൊറ്റ പ്രവണത കൊണ്ട് തന്നെ റെഡ് സീയിൽ നമുക്ക് പല ഡെഡ് കോറൽ സോൺസും ഇന്ന് കാണാൻ സാധിക്കും. എക്സ്പേർട്സ് പറയുന്നതനുസരിച്ച് ഇത് ഡീസലിനേഷൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് ആണ്. ഡീസലിനേഷൻ്റെ സഹായത്തോടെ മിച്ചം വരുന്ന ഉപ്പ് ഇങ്ങനെ സമുദ്രത്തിൻ്റെ ഒറ്റ ഭാഗത്ത് നിക്ഷേപിക്കുമ്പോൾ ഇത് ആ ഒരു പ്രദേശത്തെ എക്കോസിസ്റ്റം തന്നെ ഇല്ലാതാക്കും. കൂടാതെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിനെയും ഇത് ബാധിക്കുന്നു. ഫ്യൂച്ചറിൽ ഇങ്ങനെ വ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇന്ന് സൗദി ഗവൺമെന്റ് ഡീപ് സീ മൾട്ടി ഡിഫ്യൂസറിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ആകുന്ന ഉപ്പിനെ ഒരിക്കലും ഒരു പ്രദേശത്തല്ല, സമുദ്രത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി നിക്ഷേപിക്കുന്നു. ഒരു വശത്ത് നാച്ചുറൽ വാട്ടർ സോഴ്സസ് ഒന്നും തന്നെ ഇല്ലാത്ത സൗദിയെ പോലുള്ളൊരു രാജ്യം ഉറപ്പായും വെള്ളത്തിന്റെ വില മനസ്സിലാക്കി ജീവിക്കുന്നു. മറുവശത്ത് നാം നമ്മുടെ വീടിനടുത്തുള്ള തോടുകളോ കനാലുകളോ പോലും നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുന്നില്ല. കണ്ണുള്ളപ്പോഴേ അതിൻ്റെ വില അറിയൂ എന്ന് പണ്ടുള്ളവർ പറയുന്നത് ശരിയാണ്. സൗദിയുടെ ഈ ഒരു നീക്കത്തെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി പരമാവധി വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നതേയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.